வாழ்க வையகம் வாழ்க வைയகம் வாழ்ക വളമുടൻ. വേദാദ്രി മഹർഷിയുടെ ആത്മകഥ. എൻ്റെ ആത്മചരിത്രം. അദ്ധ്യായം 5. എനിക്ക് 22 വയസ്സിന് ശേഷം എൻ്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടായി. സാമ്പത്തിക നിലയിൽ ഉയരണമെന്ന ഒരു ആഗ്രഹം ഒരു വശത്ത്, തത്വശാസ്ത്രത്തിൽ ജീവൻ്റെ അവസ്ഥ എന്താണ്, ദൈവം എപ്രകാരമാണുള്ളത് എന്നത് അറിഞ്ഞുകൊള്ളണമെന്നുള്ള ആഗ്രഹം മറ്റൊരു വശത്ത്. എൻ്റെ അറിവിനെ കീഴ്പ്പെടുത്തി എപ്പോഴും ഞാൻ ചിന്തയിൽ മുഴുകിയിരുന്നു, പരിശ്രമിച്ചിരുന്നു. സാമ്പത്തിക നില മെച്ചപ്പെടും എന്നതിൽ ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അന്വേഷിച്ചുകൊണ്ടേയിരുന്നാൽ ഈശ്വരനെ കാണാൻ സാധിക്കുമെന്ന ഒരു ദൃഢമായ ചിന്തയും എനിക്കുണ്ടായി. പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിൽ ലഭിച്ച ജോലി എനിക്ക് അല്പം പോലും യോജിച്ചതല്ല എങ്കിലും ആ ജോലി കളഞ്ഞിട്ട് എന്തു ചെയ്യാനാകും? മറ്റെന്തെങ്കിലും ജോലി ലഭിച്ചാൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നും തുടർന്ന് ജോലി നോക്കിപ്പോന്നു. എൻ്റെ ജോലിക്ക് ശമ്പളം 15 രൂപയാണ്. തറി നെയ്യുന്നതിൽ ഉദ്ദേശം 10 രൂപ ലഭിക്കും. മൊത്തം കൂട്ടിയാൽ 25 രൂപ. അക്കാലത്ത് എൻ്റെ ആവശ്യത്തിന് അത് മതി. എൻ്റെ ഭക്ഷണത്തിനും അച്ഛനും അമ്മയ്ക്കും പണം അയക്കുവാനും അത് മതിയായിരുന്നു. എങ്കിലും ഭാവി മുന്നേറ്റം എങ്ങനെ? കൂടാതെ രാവിലെയും വൈകിട്ടും 4 ഫർലോങ് ദൂരം പോയി തറി നെയ്തിട്ട് വരിക എന്നത് എനിക്ക് താങ്ങാനാവാത്ത ദുഃഖമായിരുന്നു. ആദ്യം തറി നെയ്ത്തിനൊരു തീരുമാനമുണ്ടാകണം. ഈ ചിന്തയിൽ വളരെ സമ്മർദ്ദത്തിലായിരുന്നപ്പോൾ ഒരു തിണ്ണപ്പള്ളിക്കൂടത്തിൽ എനിക്ക് പകുതി സമയ ജോലി ലഭിച്ചു. രത്തിനം എന്ന പേരോടുകൂടിയ ഒരാൾ ആ ഒരു പള്ളിക്കൂടം നടത്തിയിരുന്നു. എൻ്റെ അടുത്ത് വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും പെരുമാറിയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. രാവിലെ 2 മണിക്കൂർ, വൈകിട്ട് 1 മണിക്കൂർ. മാസശമ്പളം 10 രൂപ. നെയ്ത്ത് ജോലിയേക്കാളും അല്പം ലളിതമായിരുന്നു. എങ്കിലും മുന്നേറ്റം എങ്ങനെ? എൻ്റെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് ഒരു ദിവസം ഗഗനമായി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചിന്തയുണ്ടായി. ആയുർവേദ മരുന്നുകൾ എല്ലാം അറിഞ്ഞിരിക്കുന്ന ഞാൻ എന്തുകൊണ്ട് ചികിത്സ നടത്തിക്കൂടാ? ഈ വിഭാഗം എനിക്ക് ഭാവിയിൽ നേട്ടം നൽകുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. ആദ്യം എങ്ങനെ ആരംഭിക്കണം എന്ന ചിന്ത ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. പൽപ്പൊടിയും താമ്പൂല ഗുളികകളും ഉണ്ടാക്കി വിൽക്കാമെന്ന് തീരുമാനിച്ചു. അതിൽ കസ്തൂരി, കൊരോസനം, കുങ്കുമപ്പൂ ഇവയൊക്കെ ഉണ്ടാകും. ഒരു ഉയർന്ന രീതിയാണത്. എൻ്റെ ആശാൻ വൈദ്യഭൂപതി എസ് കൃഷ്ണറാവു ചെയ്തിരുന്ന രീതിയാണത്. ഒരു പുട്ടി 100 ഗുളികകൾ, വില 4 അണ. പോസ്റ്റൽ ഓഡിറ്റ് ഓഫീസിൽ തന്നെ അത് വിൽക്കുവാൻ തുടങ്ങി. ചെറിയ ചെറിയ വിൽപ്പന വിപുലമായി. ഒരു പ്രാവശ്യം തയ്യാറാക്കുന്നതിന് 10 രൂപ ചിലവാകും. വരവ് 40 രൂപ. ഒരു മാസത്തിൽ വിറ്റഴിക്കും. അതോടൊപ്പം പൽപ്പൊടിയും ഞാൻ തയ്യാറാക്കി. ശിഖാമണി നായുരുവി പൽപ്പൊടി എന്നാണ് അതിൻ്റെ പേര്. 2 വിൽപ്പനയും കൂടി ചേർന്ന് മാസം 50 രൂപ വരുമാനമായി. എൻ്റെ വിശ്വാസം ബലപ്പെട്ടു. സാമ്പത്തിക നിലയിൽ എങ്ങനെയും എനിക്ക് നേട്ടമുണ്ടാകും എന്ന ഒരു ചിന്തയും വിശ്വാസവും ഉണ്ടായിക്കഴിഞ്ഞു. 23-ൽ എനിക്ക് വിവാഹം നടത്തുവാൻ എൻ്റെ മാതാപിതാക്കൾ തീരുമാനിച്ചു. എൻ്റെ ചേച്ചിയുടെ മകളെ തന്നെ എനിക്ക് വിവാഹം ചെയ്തു തരുവാൻ എൻ്റെ മാമൻ്റെ അടുത്ത് എൻ്റെ പിതാവ് ചോദിച്ചു. എൻ്റെ മാമന് തൻ്റെ മകളെ ഒരു സാമ്പത്തിക ഭദ്രതയിലുള്ള ഒരാൾക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹം. എനിക്ക് എൻ്റെ ചേച്ചിയുടെ മകളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം. എൻ്റെ മാമൻ്റെ തീരുമാനം കണ്ട് എൻ്റെ മാതാപിതാക്കൾ വളരെ ദുഃഖിതരായി. എനിക്ക് വേറെ സ്ഥലത്ത് പെണ്ണ് നോക്കിയാലോ എന്ന് എന്നോട് ചോദിച്ചു. ചെറുപ്പം മുതലേ എന്നോട് ഇണങ്ങി എൻ്റെ മനസ്സിൽ നീങ്ങാതെ സ്ഥലം പിടിച്ച ശേഷം, പ്രായമായ ശേഷം അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച എനിക്ക് വേറെ ഏത് പെണ്ണിനെയും സ്വീകരിക്കാൻ താല്പര്യമില്ല. വിവാഹ സംസാരം അവിടെ തീർന്നു. ഏകദേശം 6 മാസം കഴിഞ്ഞു. ഈ സമയം എനിക്കൊരു ദുരന്തം. എൻ്റെ പിതാവിന് പനി ബാധിച്ച് വളരെ ആപത്തായ നിലയിലാണെന്ന് വാർത്ത വന്നു. അടുത്ത ദിവസം അവധിയെടുത്ത് ഗുഡ്വാഞ്ചേരിയിൽ പോയി എൻ്റെ അച്ഛന് വേണ്ട കടമകൾ ചെയ്യാമെന്ന് കരുതിയിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ എൻ്റെ അച്ഛൻ ഇഹലോകവാസം വെടിഞ്ഞു എന്ന വാർത്ത ലഭിച്ചു. എന്നെക്കൊണ്ട് ഈ ആഘാതം താങ്ങാനായില്ല. വാർത്ത കേട്ട സ്ഥലത്ത് തന്നെ അപ്പ എന്ന് വിളിച്ച് ഞാൻ അലറിക്കരഞ്ഞു. എതിർ വീട്ടിൽ ഒരു കാരണവർ ഉണ്ടായിരുന്നു. എന്നിൽ സഹതാപം കൊണ്ട് അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹവും എന്നെ ആശ്വസിപ്പിച്ചു. അദ്ദേഹത്തിനെ നോക്കി എൻ്റെ അച്ഛനെ ഞാൻ നഷ്ടപ്പെട്ടുവല്ലോ എന്ന് വീണ്ടും വീണ്ടും ഓരോ പ്രാവശ്യവും ഞാൻ ഏങ്ങി കരഞ്ഞു. മോനെ വേദാതിരി,
സങ്കടപ്പെടാതെടാ, നിനക്ക് ഞാൻ അച്ഛനായി ഇന്ന് വേണ്ടതെല്ലാം ചെയ്യാം. എനിക്ക് 2 കുട്ടികളുണ്ട്. അവരോടൊപ്പം നീ 3ാമത്തെ കുട്ടിയായിരിക്കുമെന്ന് അദ്ദേഹം സ്നേഹത്തോടെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം നാട്ടിൽ പോയി എൻ്റെ പിതാവിന് ശേഷക്രിയകൾ നടത്തി. വേർപെടുക എന്നത് എനിക്ക് ആദ്യ അനുഭവമായിരുന്നു. വീണ്ടും മൈലാപ്പൂരിൽ തിരിച്ചെത്തി എൻ്റെ ജോലികളിൽ വ്യാപൃതനായി. താമ്പൂല ഗുളിക, പൽപ്പൊടി എന്നിവയുടെ വിൽപ്പന എനിക്ക് മതിയായ വരുമാനമായതിനാൽ തിരുണപ്പള്ളിക്കൂട് അധ്യാപക ജോലി ഞാൻ ഉപേക്ഷിച്ചു. എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ അയൽവീട്ടിൽ ചൊക്കലിംഗ ഗ്രാമണി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ച് തൻ്റെ 2 മക്കൾക്കും പ്രൈവറ്റായി ക്ലാസ്സുകൾ എടുക്കുവാനും അതിന് മാസം 7 രൂപ തരാമെന്നും പറഞ്ഞു. അല്പം മടിച്ച ശേഷം ഞാൻ സമ്മതിച്ചു. 2 മാസം കഴിഞ്ഞു. ഒരു ദിവസം അദ്ദേഹം എന്നെ നോക്കി, എന്താണ് വിവാഹം കഴിക്കുവാനായി താമസമെന്ന് ചോദിച്ചു. എനിക്ക് മതിയായ പണമില്ല എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ഞാനൊരു ചിട്ടി അടച്ചു വന്നിരുന്നു. 100 രൂപ അതിൽ നിന്ന് ലഭിക്കും. വിവാഹത്തിന് എൻ്റെ കണക്കനുസരിച്ച് 200 രൂപ വേണമെന്ന അവസ്ഥകളെ ഞാൻ വിവരിച്ചു പറഞ്ഞു. പലിശയില്ലാതെ 100 രൂപ എനിക്ക് തരാമെന്നും ഉടൻ വിവാഹത്തിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുവാനും എനിക്ക് അദ്ദേഹം ആവേശം പകർന്നു. ഈ ചർച്ചകളെക്കുറിച്ച് ഞാൻ എതിർവീട്ടിലെ അച്ഛനോട് പറഞ്ഞു. ഉടനെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും എൻ്റെ മാമൻ്റെ അടുക്കൽ വന്ന് എനിക്ക് പെണ്ണ് ചോദിച്ചു. ഉടൻ മറുപടി ലഭിച്ചില്ല. അവരും വിട്ടില്ല. എങ്ങനെയോ ഒരു വിധത്തിൽ ഞാൻ ഇഷ്ടപ്പെട്ടവളെ തന്നെ എനിക്ക് വിവാഹം കഴിക്കുവാൻ തീരുമാനമായി. പണവും ഞാൻ തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. മറ്റൊരു മാറ്റം. ഒരു ദിവസം ഞാൻ ഓഫീസിലേക്ക് പോകുവാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. സ്ഥലം മന്ദവെളി തപാൽ ഓഫീസിന് എതിർവശം. അവിടെ ഒരു ചെരുപ്പ് തയ്ക്കുവാനുണ്ടായിരുന്നു. എൻ്റെ ചെരുപ്പ് എപ്പോഴെങ്കിലും പൊട്ടുകയാണെങ്കിൽ അവനായിരുന്നു അത് തയ്ച്ചിരുന്നത്. അന്നും അതുപോലെ ചെരുപ്പ് തയ്ക്കുവാനായി ഞാൻ കൊടുത്തു. അവൻ തയ്ച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വയറ് ഒട്ടിയിരുന്നു. എന്താണ് നീ, രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഇല്ല എന്നവൻ മറുപടി പറഞ്ഞു. കൂടാതെ ഇന്നലെ രാത്രിയും ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു സ്വാമി എന്നവൻ പറഞ്ഞു. ഈ മറുപടി എന്നെ തല ചുറ്റിച്ചു കളഞ്ഞു. എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചു. ഇന്നലെ വരുമാനമില്ല സ്വാമി എന്നവൻ പറഞ്ഞു. ഈ പരിതാപകരമായ വാക്കുകൾ എൻ്റെ മനസ്സിനെ സ്പർശിച്ചു. അവന് കൊടുക്കേണ്ടത് കരയണം. ഒരെണ്ണ അവന് കൊടുത്തിട്ട് അന്ന് ഞാൻ ഓഫീസിലേക്ക് പോയി. ഇന്നലെ രാത്രിയും ഭക്ഷണം ഒന്നും ഇല്ലായിരുന്നു സ്വാമി എന്ന വാക്കുകൾ എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. പട്ടിണിയുടെ ദുരന്തങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ എത്രയോ പാവങ്ങൾ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നു. ഈ അവസ്ഥ എങ്ങനെ മാറും? ഈ ചിന്ത എന്നിൽ ബലപ്പെട്ടു. വൈകിട്ട് ഞാൻ വീട്ടിലെത്തി. അന്ന് എൻ്റെ ഗുരുവിൻ്റെ വീട്ടിൽ പോലും ഞാൻ പോയില്ല. പട്ടിണിയെക്കുറിച്ചുള്ള ചിന്ത എന്നെ വേദനിപ്പിച്ചു. എനിക്കൊരു ആലോചനയുണ്ടായി. എത്രയോ ദരിദ്രർ ഒരു നേരം ഭക്ഷണം കഴിച്ചും ചിലപ്പോൾ അതുമില്ലാതെ പട്ടിണി കിടക്കുന്ന അവസരത്തിൽ ഞാൻ മാത്രം 2 നേരം എന്തുകൊണ്ട് കഴിക്കണം? ഒരു നേരം മാത്രം ഭക്ഷിച്ചാൽ പോരെ എന്നാലോചിച്ച് അതിൽ തന്നെ തീരുമാനിച്ചു. അന്ന് രാത്രി ഭക്ഷണം കഴിച്ചില്ല. അടുത്ത ദിവസവും. എനിക്ക് അത്താഴം വേണ്ട എന്നും ചില ദിവസത്തേക്ക് ഒരു വ്രതം എടുത്തിട്ടുള്ളതായും എൻ്റെ സഹോദരിയോട് ഞാൻ പറഞ്ഞു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം കാറ്റിൽ പറക്കുന്നത് പോലെ തോന്നി. അല്പം കഴിഞ്ഞ് പല്ല് തേച്ച് എന്തെങ്കിലും കഴിച്ചതിന് ശേഷമേ ആരോഗ്യമുണ്ടാകൂ. ഇതിനെ ശരിയാക്കണമെന്ന് കരുതി. വൈകിട്ട് കാലണയ്ക്ക് വറുത്ത നിലക്കടല വാങ്ങി കഴിച്ചു തുടങ്ങി. 10 ദിവസം കൊണ്ട് അവസ്ഥ ശരിയായി. വൈകിട്ട് ഭക്ഷണത്തിൻ്റെ ചിന്തയേ വരികയില്ല. എങ്കിലും ലോകത്ത് ദാരിദ്ര്യം മാറാൻ ഞാൻ എന്തു ചെയ്യണം? അത് എന്നെക്കൊണ്ട് എങ്ങനെ സാധിക്കുമെന്ന ചിന്ത ബലപ്പെട്ടു കൊണ്ടുവന്നു. 23ാമത്തെ വയസ്സിൽ അത്താഴം ഉപേക്ഷിച്ചു. ഇന്നുവരെ ആ ശീലം തുടർന്നു പോരുന്നു. സ്നേഹിതർ ആരെങ്കിലും നിർബന്ധിച്ചാൽ ഏതെങ്കിലും ലഘുഭക്ഷണം ചിലപ്പോൾ കഴിക്കും. പാൽ മാത്രം രാത്രിയിൽ ഉപേക്ഷിക്കാതെ ഞാൻ കുടിച്ചു പോരുന്നു. എൻ്റെ വിവാഹം നിശ്ചയിച്ചു. എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടവളെ, എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കിയവളെ, മികച്ച സ്വഭാവവും ഉയർന്ന അറിവും ഉടയവളെ ഞാൻ ഭാര്യയാക്കാൻ പോകുന്നുവെന്ന് വിചാരിച്ച് അഭിമാനക്കടലിൽ ഞാൻ നീന്തിക്കൊണ്ടിരുന്നു. ഒരു ലക്ഷ്യജീവിതത്തിന് വേണ്ടി ഒത്ത ഒരു പങ്കാളിയെ തേടി ഞാൻ നേടി. ആർഭാടമില്ലാതെ വിവാഹം നടന്നു. എൻ്റെ അമ്മയുടെ ഹൃദയം കുളിർന്നു. എൻ്റെ സഹോദരനും അതേ ദിവസം ഞാൻ വിവാഹം നടത്തിക്കൊടുത്തു. അമ്മയെ എന്നോടൊപ്പം താമസിക്കുവാനായി ഞാൻ വിളിച്ചുകൊണ്ടു പോന്നു. എൻ്റെ സഹോദരനും എന്നോടൊപ്പം താമസിച്ചു. വേറെ വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ജീവിതം നയിച്ചു. സുന്ദരിയും ബുദ്ധിശാലിയുമായ ഭാര്യയെ എനിക്ക് ലഭിച്ചു. മതിയായ വരുമാനവും ഉണ്ടായിരുന്നു. സന്തോഷകരമായ ജീവിതമായിരുന്നു. ഈ വകയിൽ മതിയായി എന്ന് നിർത്തിയില്ല. ജീവൻ എന്താണ്? ഈശ്വരൻ എവിടെ? ലോകത്ത് ദാരിദ്ര്യം ഒഴിയുന്നത് എങ്ങനെ? ഈ ചിന്തകൾ ദിനം പ്രതി ഊർജിതപ്പെട്ടുകൊണ്ടിരുന്നു. കവിതകൾ. പ്രായത്തിനൊത്ത കടമ. സമ്പത്ത് ആവശ്യമാണെങ്കിലും അത് പ്രജകൾക്കെല്ലാം പൊതു സ്വത്തായി ഭവിക്കട്ടെ. യുവാക്കളെവിടെയും സമ്പത്തു നേടാൻ അധ്വാനിക്കട്ടെ. പ്രായമായവർ തങ്ങളുടെ ബുദ്ധിവൈഭവം തൊഴിൽ വൈഭവം ബോധിപ്പിക്കട്ടെ. വസ്തു, ഭരണം, വിജ്ഞാനം, അറിവിൻ തന്മ, ഭൂത ഉടൽ മേന്മയുള്ളവർ ഭരിക്കട്ടെ. വസ്തുക്കളെല്ലാം ജീവിക്കുവാൻ എന്നതല്ലാതെ വസ്തുക്കൾക്ക് വേണ്ടി ജീവിതം എന്ന ആശയം വേണ്ട. സമ്പത്ത്.
വ്യക്തിയവകാശമെന്ന പിടിയിൽ നിന്ന് സകല തൊഴിൽ നന്മ, വീട്, നിലം, വ്യാപാരം, മനുഷ്യർ പല ചേർന്ന സഹകരണത്തിൻ കീഴിൽ മാറ്റുന്ന പദ്ധതി അടിസ്ഥാനമാക്കി വിനിയോഗം, തൊഴിൽ, സമ്പത്ത് എന്ന രണ്ടാക്കി ജോലിയില്ലായ്മ, ദാരിദ്ര്യം ഇവ ഇല്ലായ്മ ചെയ്യുവാൻ ഇനി ഏത് സമ്പദ് വ്യവസ്ഥ എല്ലായിടത്തും ഏറ്റക്കുറച്ചിലെന്ന അവസ്ഥ മനസ്സിലാക്കൂ. പൂർണ്ണ സ്വാതന്ത്ര്യം. ഭക്ഷണം, വസ്ത്രം ലഭ്യമാക്കി സ്വതന്ത്രമായി ജീവിക്കുവാൻ ലോകജനങ്ങൾ ഏവർക്കും അവകാശമുണ്ടെന്നിരിക്കെ ഭക്ഷണം, വസ്ത്രം, സ്ഥലം പണത്താൽ ചിലർ തടസ്സപ്പെടുത്തി ഒരാൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിനെ തട്ടിയെടുക്കുന്നത് നല്ലതാണോ? ഭക്ഷണം, വസ്ത്രം, സ്ഥലം തടസ്സപ്പെടുത്തുന്ന വ്യക്തിത്വമില്ലാത്തവർ ചേർന്ന് നിർമ്മിക്കുന്ന നിയമങ്ങൾ നീതി എന്നാൽ ശരിയാണോ? ഭക്ഷണം, വസ്ത്രം, സ്ഥലം വിടുവിച്ച് ലോകത്തിൽ പൊതുവാക്കി ഏകലോക ഭരണത്തിൻ കീഴിൽ സുഖമായി വാഴാം.